ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നെറ്റ്വർക്ക് അനലൈസിസിൽ രണ്ട് മെത്തേഡാണ് പ്രോബ്ലം പാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഒന്നായിരുന്നു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അടുത്തതാണ് PERT അല്ലേ. അതിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തു. ഇനി അതിൻ്റെ കുറച്ച് തിയറി പാർട്ടാണ് പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു 3-4 പോയിൻറ്റ്സ് നിങ്ങൾ നന്നായി നോക്കി പോവുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്ന്. അഡ്വാൻറ്റേജസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർ CPM ഹാസ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, it helps the top management to concentrate their attention to the critical activities and their completion in time. നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അനലൈസിസിൽ ഉപയോഗിക്കുന്ന പ്രോബ്ലം പാർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ന് അല്ലേ. അത് എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നമ്മളിപ്പോൾ കുറേ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഒരു പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിനുള്ളിൽ, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് തന്നെ എന്താണെന്ന് നോക്കൂ. It helps the top management to concentrate their attention to the critical activities and their completion in time. അതായത് ഒരു പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിൽ തീരാൻ വേണ്ടി അതിലെ ഓരോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? CPM പാത്ത് മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് ദ ക്രിട്ടിക്കൽ ആൻഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും അതൊക്കെ ഏതൊക്കെ രീതിയിൽ ടൈം ഷെഡ്യൂളായിട്ട് മുന്നോട്ട് പോകണം എന്നത് കൈകാര്യം ചെയ്യാൻ ഈ CPM മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ദ മാനേജ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ റിസോഴ്സസ് ഓഫ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ടു ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ഇൻ ടൈം. നമുക്ക് തന്നിട്ടുള്ള ആ പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളുടെ പ്രോബ്ലത്തിലുള്ളത് എങ്കിൽ അതിൽ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഏത് ഹെൽപ്ഫുള്ളാണ്? CPM മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് വളരെ കറക്റ്റ് മെത്തേഡിൽ പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും CPM മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. Fourth one, it provides relevant information about the duration, size and performance of an activity. ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്ര വേണം, സൈസ് എത്ര വേണം, അതിൻ്റെ പെർഫോമൻസ് ഏത് രീതിയിലായിരിക്കണം എന്നിങ്ങനെയുള്ള കറക്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും CPM മെത്തേഡ് യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് രണ്ടെണ്ണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഫിഫ്ത്ത് വൺ, അക്കോർഡിംഗ് ടു സെൻറ്റ് നോർബർട്ട് കോളേജ്, one of the advantages CPM provides is that സെൻറ്റ് നോർബർട്ട് കോളേജിൻ്റെ അഭിപ്രായത്തിൽ CPM മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി ക്യാൻ ഡിറ്റർമൈൻ ആക്ച്വൽ ഡേറ്റ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി ആൻഡ് കമ്പയർ വാട്ട് ഷുഡ് ബി ഹാപ്പനിങ് ടു വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് റിയാക്ട് അക്കോർഡിംഗ്ലി. നമുക്ക് ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് ഏത് രീതിയിലാണ് എന്ന് കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനും കമ്പയർ ചെയ്യാനും ഈ CPM മെത്തേഡ് ഹെൽപ്ഫുള്ളാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. ലാസ്റ്റ് വൺ, എ മേജർ കൺസിഡറേഷൻ ഫോർ പ്രൊജക്ട് മാനേജേഴ്സ് ഈസ് ബീയിങ് ഏബിൾ ടു എൻഷുർ ദാറ്റ് എവരി വൺ ഇൻവോൾവ്ഡ് ഇൻ എ പ്രൊജക്ട് നോസ് എക്സാക്ട്ലി വാട്ട് നീഡ്സ് ടു ബി അക്കംപ്ലിഷ്ഡ് ത്രൂ ഈച്ച് ആക്ടിവിറ്റി ഓൺ എ പ്രൊജക്ട്സ് ക്രിട്ടിക്കൽ പാത്ത്. ഒരു ക്രിട്ടിക്കൽ പാത്ത് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ബാക്കിൽ വരുന്ന കുറേ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കറക്റ്റ് ടൈമിൽ തീർക്കാനും ലാസ്റ്റ് പ്രൊജക്റ്റ് ടൈം കറക്റ്റ് ടൈമിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യാനും ഏത് ഹെൽപ്ഫുള്ളാണ്? CPM മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിലെ 3-4 പോയിൻറ്റ്സ് നന്നായി നോക്കിപ്പോണം, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് CPM അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് CPM എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻ CPM വി അസ്യൂം ദാറ്റ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഈസ് നോൺ. In CPM we assume that time of each activity is known.
CPM-ൽ ഓരോ ആക്ടിവിറ്റിയുടെയും ടൈം എത്രയാണെന്ന് നമുക്ക് അറിയാമായിരിക്കും. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുമല്ലോ, ആ പ്രോബ്ലത്തിൽ നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചർ ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. CPM മെത്തേഡിൽ എങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റിയുടെയും ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും അല്ലേ, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ. ബട്ട് ഇൻ റിയൽ പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. പക്ഷേ നമ്മളൊരു റിയൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടൈം നമുക്ക് ഓൾറെഡി കിട്ടണം എന്നില്ല. അപ്പോൾ അത് ഇനി കിട്ടിയാൽ തന്നെ അത് ട്രൂ ആവണമെന്നില്ല. അത് CPM മെത്തേഡിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് എന്താണ്? CPM മെത്തേഡ് പ്രകാരം നമുക്കറിയാം ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ ആക്ടിവിറ്റിയുടെയും ടൈം ഡ്യൂറേഷനും കൃത്യമായിട്ട് തരാറുണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ ഓൾറെഡി നമുക്ക് അറിയാം എത്രയാണ് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമെന്ന്. പക്ഷേ റിയൽ പ്രാക്ടീസിൽ അത് ട്രൂ ആവണം എന്നില്ല. അതേ ടൈം തന്നെ ഇപ്പോൾ ഒരു 1 എന്ന ആക്ടിവിറ്റിയിൽ നിന്ന് 2 എന്ന ആക്ടിവിറ്റിയിലേക്ക് എത്താൻ 3 days ആണ് സമയമെങ്കിൽ അത് കറക്റ്റായിട്ട് 3 days തന്നെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല റിയൽ പ്രാക്ടീസിൽ. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകി പോവാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ഫോർ ഡിറ്റർമൈനിങ് ദ ടൈം എസ്റ്റിമേറ്റ്സ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ഫോർ ഡിറ്റർമൈനിങ് ദ ടൈം എസ്റ്റിമേറ്റ്സ്. ടൈം എസ്റ്റിമേഷൻ്റെ ഡിറ്റർമിനേഷനിൽ, അതായത് ടൈം കറക്റ്റായിട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു റൂളിൽ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നതാണ് ഒരു CPM മെത്തേഡിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഇൻ എ പ്രോജക്റ്റ് വേർ ദർ ഈസ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ട് ആൻഡ് ഡെഫിനിറ്റ് ഫിനിഷ്. അതായത് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുകയും കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യുകയും, ഡെഫിനറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഡെഫിനറ്റായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്ന പ്രൊജക്റ്റിൽ മാത്രമാണ് CPM മെത്തേഡ് സ്യൂട്ടബിൾ ആവുള്ളൂ. വേറെ ഒരു ഫീൽഡിലും CPM മെത്തേഡ് സ്യൂട്ടബിൾ ആവില്ല എന്നത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഫോർത്ത് വൺ, ഇഫ് സർട്ടൻ ചേഞ്ചസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നെറ്റ്വർക്ക്, ദർ എൻറ്റയർ ഇവാലുവേഷൻ ഓഫ് എ പ്രൊജക്ട് ഈസ് ടു ബി റിപ്പീറ്റഡ് ആൻഡ് എ ന്യൂ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. ഓക്കെ, നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ആ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ദ എൻറ്റയർ ഇവാലുവേഷൻ ഓഫ് ദ പ്രൊജക്ട് ഈസ് ടു ബി റിപ്പീറ്റഡ്. അപ്പോൾ അതിൻ്റെ മൊത്തം ഇവാലുവേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടി വരും. അപ്പോൾ അതിൽ കിട്ടുന്ന ക്രിട്ടിക്കൽ പാത്തും വീണ്ടും നമുക്ക് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അടുത്തത്, CPM ഹാസ് ലിമിറ്റഡ് വാലിഡിറ്റി ഫോർ പ്രൊജക്ട്സ് വേർ ദ ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ടാസ്ക് ആർ നോട്ട് റിലയബിൾ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? CPM ഹാസ് ലിമിറ്റഡ് വാലിഡിറ്റി ഫോർ പ്രൊജക്ട്സ് വേർ ദ ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ടാസ്ക് ആർ നോട്ട് റിലയബിൾ. അതായത് CPM-ൽ നമുക്ക് കുറേ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടാസ്ക് തന്നിട്ടുണ്ടായിരിക്കും. അവിടെ തന്നിരിക്കുന്ന CPM ഹാസ് ലിമിറ്റഡ് വാലിഡിറ്റി ഫോർ പ്രൊജക്ട്സ്. ഓരോ പ്രൊജക്ട്സിനും വേണ്ടിയിട്ട് ലിമിറ്റഡ് വാലിഡിറ്റിയാണ് അവിടെ തരുന്നത്. വേർ ദ ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ടാസ്ക് ആർ നോട്ട് റിലയബിൾ. അതിൽ ഓരോ ടാസ്കിനും വേണ്ടിയിട്ട് തന്നിട്ടുള്ള ആ ടൈം ഒന്നും റിലയബിൾ ആവണമെന്നില്ല. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അടുത്തത്, CPM വർക്ക്സ് ബെസ്റ്റ് വിത്ത് സിമ്പിൾ പ്രൊജക്ട്സ് മെയ്ഡ് അപ്പ് ഓഫ് ക്ലിയർലി ഡിഫൈൻഡ് ടാസ്ക്. ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടാസ്കുകളുള്ള സിമ്പിൾ പ്രൊജക്റ്റിന് മാത്രമാണ് CPM ബെസ്റ്റ് ആയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് CPM മെത്തേഡിലൂടെ ആ വാല്യൂ കാണാൻ കഴിയുന്നത്. ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടാസ്കുകൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റിന് മാത്രമാണ് ഏത് സ്യൂട്ടബിൾ? CPM മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നുള്ളൂ. അതും ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതിനും പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ് നന്നായി നോക്കി പോവാം, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CPM മെത്തേഡ് എന്താണെന്ന് മനസ്സിലായി. നെറ്റ്വർക്ക് അനലൈസിസിൽ അതിലെ പ്രോബ്ലം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് അതിൽ 2 മെത്തേഡാണ് വരുന്നത്. ഒന്ന് CPM മെത്തേഡ്, അടുത്തത് എന്താണെന്ന് പറഞ്ഞു? PERT. ഇനി എന്താണ് PERT എന്ന് നോക്കാം. അതിൻ്റെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്ത ശേഷം പ്രോബ്ലം പാർട്ടിലേക്ക് പോവാം. PERT എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതിനെ ഷോർട്ടാക്കി PERT എന്ന് എഴുതാം, PERT. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. PERT was developed by a Navy-sponsored research team composed of D.G. Malcolm, J.R. Rossum, C.E. Clark and W. Falser in 1958. 1958 ഇത്രയും മാത്തമാറ്റീഷ്യൻസ് ക്രിയേറ്റ് ചെയ്തതാണ് PERT എന്ന മെത്തേഡ്. ഓക്കെ, അത് ആ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ നേവി സ്പോൺസർഡ് റിസർച്ച് ടീമാണ്. ഓക്കെ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ഫോർ യൂസിങ് ഇറ്റ് ഇൻ ഡിഫൻസ് പ്രൊജക്റ്റ്.
ഡിഫൻസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന PERT മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരുന്നത്. ബട്ട് നൗ ദിസ് ടെക്നിക് ഈസ് പോപ്പുലർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൊജക്റ്റ് പ്ലാനർ ആൻഡ് കൺട്രോളേഴ്സ്. പക്ഷേ ഇന്ന് അത് പ്രൊജക്റ്റ് പ്ലാനർ കൺട്രോളേഴ്സ് ഒക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. PERT അസിസ്റ്റ്സ് എ ബിസിനസ് മാനേജർ ഇൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ബിസിനസ് മാനേജറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PERT എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കാം? ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എന്ന് പറയാം. ഇറ്റ് അലോസ് എ മാനേജർ ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ പ്രൊജക്റ്റ്. ഈ PERT എന്ന മെത്തേഡ് ഒരു പ്രൊജക്റ്റ് മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നവരെ എത്രത്തോളം അത് കംപ്ലീറ്റ് ചെയ്യാൻ, ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ PERTലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് അലോസ് എ മാനേജർ ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ പ്രൊജക്റ്റ്. മൊത്തം പ്രൊജക്റ്റിന് വേണ്ട ടൈം എത്രയാണ്, അതിനെടുക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം എത്രയാണ് എന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ മാനേജർക്ക് കിട്ടാൻ PERT എന്ന മെത്തേഡ് ഹെൽപ്ഫുള്ളാണ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ഫോർമുലേഷൻ ആൻഡ് പ്ലാനിംഗ് ഓഫ് ദ പ്രൊജക്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ടു ഹൈലൈറ്റ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്റ്റ്. അതേസമയം അത് എന്തിനു കൂടി ഹെൽപ്ഫുള്ളാണ്? ആ പ്രൊജക്റ്റിൻ്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അത് ഏതാണെന്ന് കണ്ടെത്താനും PERT ഹെൽപ്ഫുള്ളാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഹെൽപ്സ് ദ മാനേജർ എയ്തർ ടു അലോക്കേറ്റ് more resources for them or keep a careful watch on such activities as project progresses. PERT is preferred for those projects which are of non-repetitive nature or for those projects in which precise time determination for various activities cannot be made. In such projects, management cannot be guided by the past experience. In PERT, we assume that the time to perform each activity is uncertain. ചില ഓരോ ആക്ടിവിറ്റിയും ഒരു സ്ഥിരത ഇല്ലാതെ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ചില ആക്ടിവിറ്റീസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ഥിരത ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടൈം ഏത് രീതിയിലാണ് എന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ PERT മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. PERT ഇൻകോർപ്പറേറ്റ്സ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ഇൻ ഡിറ്റർമൈനിങ് ടൈം എസ്റ്റിമേറ്റ്സ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, PERT എന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിന് മൊത്തത്തിൽ എത്ര ടൈം വരുന്നുണ്ട് എന്നതൊരു മൊത്തത്തിലൊരു കണക്കിന് വേണ്ടിയിട്ട് ആ ടൈമിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് PERT. അപ്പോൾ ടൈമിനാണ് ഇവിടെ പ്രാധാന്യം, അത് മനസ്സിലാക്കി വയ്ക്കുക PERTൽ. ഓക്കെ, അപ്പോൾ PERTൽ തന്നെ കുറേ വേർഡ്സ് ഇനി വരുന്നുണ്ട്. PERTൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ കുറച്ച് ഇക്വേഷൻസും വരുന്നുണ്ട്, അതും നന്നായി പഠിക്കാം. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് PERT എന്ന് പറഞ്ഞാൽ? നെറ്റ്വർക്ക് അനലൈസിസിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് PERT. രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്ന് CPM ആണ്, അടുത്തത് PERT ആണ്. ഇനി PERTൻ്റെ ഉപയോഗം എന്താണെന്ന് ഇവിടെ പറഞ്ഞു. എന്താണ്? PERT അസിസ്റ്റ്സ് എ ബിസിനസ് മാനേജർ ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ബിസിനസ് മാനേജറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PERT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇറ്റ് അലോസ് എ മാനേജർ ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ പ്രൊജക്റ്റ്. അപ്പോൾ മൊത്തം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം വരുന്നത് എന്നത് കാൽക്കുലേറ്റ് ചെയ്യാനും ഏത് ഹെൽപ്ഫുള്ളാണ്? PERT ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ ടൈമിനാണ് പ്രാധാന്യം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചില ടേംസ് വരുന്നുണ്ട് ടൈമിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ടൈം എസ്റ്റിമേറ്റ്സ് ഇൻ PERT. There are 3 times estimates in PERT. They are 3 ടൈപ്സിലുള്ള ടൈം എസ്റ്റിമേറ്റ്സ് ആണ് PERTൽ ഉപയോഗിക്കുന്നത്. അതേതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഫസ്റ്റ് വൺ, ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അപ്പോൾ ഒന്നാമത്തേതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. രണ്ടാമത്തേത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. ഏതാണ്? മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. മൂന്നാമത്തേത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ഇപ്പോൾ തന്നെ പഠിച്ച് നോക്കുക, നിങ്ങൾക്ക് പറയാൻ കഴിയണം ഏതൊക്കെയാണ് PERTൽ ഉപയോഗിക്കുന്ന ടൈം എസ്റ്റിമേറ്റ്സ് എന്ന്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ക്ലിയർ ആണല്ലോ? പഠിച്ചല്ലോ. ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഫസ്റ്റ് വൺ. സെക്കൻഡ് എന്തായിരുന്നു? മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. തേർഡ് വൺ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്?
ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. നമുക്കറിയാം ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ടി ആയിരിക്കും. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്നല്ലേ, അപ്പോൾ അതിലെ ഫസ്റ്റ് ലെറ്റർ എന്താ? ഒ. അപ്പോൾ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ടി ഒ എന്ന് ഉപയോഗിക്കാം. ടി എന്ന് എഴുതുന്നു, അതിൻ്റെ ഒരു സൈഡിൽ താഴെ ഒ എന്ന് കൊടുക്കുന്നു, ടി ഒ. ഓക്കെ, അപ്പോൾ ടി ഒ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ്? ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി ഒ. ഇനി അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ് ഇഫ് എവറിത്തിങ് ഗോസ് വെൽ. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിലെ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം, അതായത് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം എത്രയാണോ അതിനെ പറയുന്നതാണ് എന്ത്? ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. There is a very little chance that that activity can be done in time less than the optimistic time. It is the estimate of the minimum possible time which an activity will take complete within ideal situation. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക. It is the estimate of the minimum possible time which an activity will take complete the ideal situation. അതായത് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഇറ്റ് ഈസ് എസ്റ്റിമേറ്റ് ഓഫ് ദ മിനിമം പോസിബിൾ ടൈം വിച്ച് ആൻ ആക്ടിവിറ്റി വിൽ ടേക്ക് ടു കംപ്ലീറ്റ് വിത്ത് ആൻ ഐഡിയൽ സിറ്റുവേഷൻ. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം പോസിബിൾ ടൈം, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രൊജക്റ്റിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം പോസിബിൾ ടൈം, അത് ഓർത്ത് വയ്ക്കുക. മിനിമം പോസിബിൾ ടൈമിനെയാണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത് നോക്കാം, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ടി, പിന്നെ മോസ്റ്റ് എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി എം എന്നാണ്. എന്താണ്? ഒന്നുകൂടി പറയൂ. മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്, ബ്രാക്കറ്റിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി എം. ഇനി അതെന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ എസ്റ്റിമേറ്റ് ഓഫ് ദ നോർമൽ ടൈം ദാറ്റ് ദ ആക്ടിവിറ്റി വുഡ് ടേക്ക്. ഇറ്റ് ഈസ് ദ മോഡൽ വാല്യൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നോർമലി ഒരു ആക്ടിവിറ്റിക്ക് വേണ്ട സമയം എന്താണോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ എസ്റ്റിമേറ്റ് ഓഫ് നോർമൽ ടൈം ദാറ്റ് ദ ആക്ടിവിറ്റി വുഡ് ടേക്ക്. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ നോർമൽ എടുക്കുന്ന സമയത്തെ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ടി എം. ഇറ്റ് ഈസ് ദ മോഡൽ വാല്യൂ. അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു? ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഓർ ടി ഒ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം പോസിബിൾ ടൈമാണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. മിനിമം എത്രയാണ്? അപ്പോൾ മോസ്റ്റ് ലൈക്ലി എന്ന് പറയുമ്പോഴോ അവിടെ പറഞ്ഞത് ഒരു ആക്ടിവിറ്റി സാധാരണ നോർമലി എത്രയാണോ എടുക്കുന്നത് ആ ടൈമിനെ എന്ത് വിളിക്കാം? മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഇനി എന്താണ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്? ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി പി എന്നാണ്. പി അല്ലേ ഫസ്റ്റ് ലെറ്റർ, അപ്പോൾ ടി പി. ഇറ്റ് ഈസ് ദ മാക്സിമം ടൈം ദാറ്റ് ആൻ ആക്ടിവിറ്റി വുഡ് ടേക്ക് ഇഫ് എവറിത്തിങ് ഗോസ് റോങ് ആൻഡ് അബ്നോർമൽ സിറ്റുവേഷൻസ് ആർ പ്രിവൈൽഡ്. പിന്നെ ഒരു പ്രൊജക്റ്റിൽ ചില സന്ദർഭങ്ങളിൽ ചില ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഓരോ ആക്ടിവിറ്റി മാക്സിമം എത്ര ടൈം യൂസ് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഇറ്റ് ഈസ് എ മാക്സിമം ടൈം ദാറ്റ് ആൻ ആക്ടിവിറ്റി വുഡ് ടേക്ക് ഇഫ് എവറിത്തിങ് ഗോസ് റോങ് ആൻഡ് അബ്നോർമൽ സിറ്റുവേഷൻസ് ആർ പ്രിവൈൽഡ്. അതായത് ചില അബ്നോർമൽ സിറ്റുവേഷൻസിൽ ചില ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറേ സമയം എടുക്കും. അങ്ങനെയുള്ള ആ മാക്സിമം ടൈമിനെയാണ്, ഓരോ ആക്ടിവിറ്റിയുടെയും ആ മാക്സിമം ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് എന്ത് വിളിക്കുന്നത്? പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി പി. മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ഓപ്റ്റിമിസ്റ്റിക് ടൈം ആൻഡ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഈ പോയിന്റ് പറയുന്നതായിരിക്കും നല്ലത്. ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. അപ്പോൾ ടൈം എസ്റ്റിമേറ്റ്സ് ഇൻ പേർട്ടിൽ ഉപയോഗിക്കുന്ന ടൈം എസ്റ്റിമേറ്റ്സ് 3 ടൈപ്സിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, അതായത് ടി ഒ. അടുത്തത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ടി എം. അടുത്തത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ടി പി. ഇനി ഇതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിലെ ആക്ടിവിറ്റിയുടെ മിനിമം പോസിബിൾ ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം പോസിബിൾ ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ TM എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ആക്ടിവിറ്റി നോർമലി എത്രയാണോ എടുക്കുന്നത്, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണോ ആ ടൈമിനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാലോ, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈം, ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വൈകിയേക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈമിനെയാണ് എന്ന് വിളിക്കുന്നത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ TP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും, ഇവിടെ ന്യൂട്രലായിട്ട് കിടക്കുന്നത് ഏതാ, ഈ സെക്കൻഡ് വൺ അല്ലേ. അതായത് നോർമലി ഒരു ആക്ടിവിറ്റിയുടെ ടൈം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഏതാണ്, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറഞ്ഞൂടെ, ഈ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ TM എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വരുന്നത്, ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും ഇടയ്ക്കാണ് അതിൻ്റെ വാല്യൂ വരിക അല്ലേ. അതായത് ഒന്ന് മിനിമം ടൈമാണ്, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം പോസിബിൾ ടൈമാണ് ഒന്ന്. അവസാനത്തേത് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം പോസിബിൾ ടൈമിനെയാണ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സെൻറ്ററിൽ വരുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നോർമൽ ടൈം. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് കിടക്കുന്നത്, ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും ഇടയിലാണ് വരുന്നതെന്ന് പറയാം. അപ്പോൾ ഇനി ഈ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ വരുന്ന ഈ പോയിന്റ്, ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആൻഡ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അത് കിടക്കുന്നത് ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ടൈമാണ്, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നോർമൽ ടൈമാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയ്ക്കായിരിക്കും, ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും ഇടയ്ക്കായിരിക്കും. The difference in these three times give a measure of the relative uncertainty involved in the activity. ഈ 3 ടൈംസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റിയുടെയും റിലേറ്റീവ് അൺസർട്ടനിറ്റി ഏത് രീതിയിലാണ് എന്ന് മെഷർ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. From the above 3 time estimates, the expected time of each activity would be calculated by using following formula. മുകളിൽ തന്നിരിക്കുന്ന 3 ടൈം എസ്റ്റിമേറ്റ്സിൻ്റെ ബേസിൽ ദ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് 3 ടൈപ്പിലുള്ള പേർട്ടിൽ വരുന്ന ടൈം എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്റ്റഡ് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് TE എന്നാണ്. എക്സ്പെക്റ്റഡ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ TE. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് TE ഈക്വൽ ടു ഇക്വേഷൻ TO പ്ലസ് TO എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കണം എന്താ, ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് പ്ലസ് 4TM. TM എന്ന് പറയുമ്പോൾ എന്താണ്, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് പ്ലസ് TP എന്ന് പറയുമ്പോൾ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഈ ഫോർമുല കാണാതെ പഠിക്കണം. ഒന്നുകൂടി പറയാം, ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. TE ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. എന്താണ്, എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി TE ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഫോർമുല കാണാതെ പഠിക്കണം. ഇനി എങ്ങനെയാണ് ഒരു പേർട്ട് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുന്നത്, അതിലുപയോഗിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതാണ് ഇനി പറയുന്നത്. സ്റ്റെപ്സ് ഇൻ പേർട്ട് കാൽക്കുലേഷൻ. ഫസ്റ്റ് വൺ, ലൊക്കേറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഈവൻറ്റ്സ് ഓഫ് എ പ്രൊജക്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഈസ് എ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് ടു ബി ഡ്രോൺ. ഓക്കെ, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ഏതൊക്കെ വരാം, ആക്ടിവിറ്റീസും ഈവൻറ്റ്സും ഒക്കെ വരാം ആ പ്രൊജക്റ്റിൻ്റെ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത്, നമ്പർ ഓൾ ദ ഈവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അത് നമുക്ക് ഓൾറെഡി അറിയാലോ, എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഈവൻറ്റ്സിനും നമ്പർ കൊടുക്കാം. ഇനി അടുത്തത്, ഒബ്റ്റെയിൻ ദ വാരിയസ് ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആക്ടിവിറ്റിയുടെയും വാരിയസ് ടൈം എസ്റ്റിമേഷൻ നടത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി, അത് ഏതൊക്കെയായിരുന്നു ടൈം എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറിയാം. ഏതൊക്കെയാണ് 3 ടൈപ്സിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലൈക്ലി TM, അതുപോലെ പെസിമിസ്റ്റിക് TP ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് TO
എസ്റ്റിമേറ്റ്സ്. ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പിൽ. നാലാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല TE = TO + 4TM + TP / 6. നാലാമത്തെ സ്റ്റെപ്പിൽ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ബൈ യൂസിങ് ദ എക്സ്പെക്റ്റഡ് ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഫൈൻഡ് ദ ഏർലിയസ്റ്റ് ഈവൻറ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഈവൻറ്റ് ടൈം ഫോർ ഈച്ച് ഈവൻറ്റ്. ഓരോ ഇവൻറ്റിൻ്റെയും ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ഈവൻറ്റ് ടൈമും കാണുക. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ CPM മെത്തേഡിൽ ചെയ്തിരുന്നില്ലേ, ബാക്ക്വേർഡ് കാൽക്കുലേഷനും ഫോർവേഡ് പാസ് കാൽക്കുലേഷനും. ആ മെത്തേഡിൽ L1 L2 L3 അങ്ങനെ കാണുക, E1 E2 E3 കാണുക. ആറാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ഫ്ലോട്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആക്ടിവിറ്റി. ദ ആക്ടിവിറ്റീസ് whose ഫ്ലോട്ട്സ് ആർ 0 ആർ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബോക്സ് ഒക്കെ വരച്ചിട്ട് ഫ്ലോട്ട് കണ്ടുപിടിച്ചിരുന്നില്ലേ, അത് കാണുക. ആ ഫ്ലോട്ടിൽ 0 വരുന്നതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നേരെ വരുന്നത് എന്താ ആക്ടിവിറ്റി ആയിരിക്കും, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ദ ക്രിട്ടിക്കൽ പാത്ത് പാസസ് ത്രൂ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ നേരെ വരുന്ന ആ പാത്ത് എന്തായിരിക്കും, ക്രിട്ടിക്കൽ പാത്തായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാം. പിന്നെ ഏഴാമത്തെ സ്റ്റെപ്പിൽ ഇത്ര വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത്. ഇനി നമ്മൾക്ക് CPM മെത്തേഡിൽ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഇതുവരെ. ഇനി നമുക്ക് വീണ്ടും ഈ പേർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കണ്ടെത്തണം. വേരിയസ് ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ആക്ടിവിറ്റീസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ടു ബി ആഡഡ് ടുഗദർ. ഇറ്റ് വിൽ ഗീവ് ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ടൈം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ക്രിട്ടിക്കൽ പാത്തിന് നേരെ വരുന്ന ടൈം ഡ്യൂറേഷൻ ഏതാണോ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ടൈം കിട്ടും. പിന്നെ എട്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വാരിയൻസ് ഫോർ ഈച്ച് ആക്ടിവിറ്റി ക്യാൻ ബി ഫൗണ്ട് ബൈ ദ ഫോളോയിങ് ഫോർമുല. അതായത് ഈ പേർട്ടിൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാരിയൻസിൻ്റെ വാല്യൂയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂയും കാണേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് കാണാൻ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വാരിയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് σ². ഇത് സിഗ്മ എന്നാണ് വായിക്കുക. σ² ഈസ് ഈക്വൽ ടു വാരിയൻസ് ഈസ് ഈക്വൽ ടു TP - TO / 6. TO എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, TP എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ഓർത്ത് വയ്ക്കുക. TO ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈം. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈം. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ √TP - TO / 6 ഹോൾ സ്ക്വയർ. TP - TO √TP - TO / 6 ഹോൾ സ്ക്വയർ. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട് കണ്ടാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും. ഒരു കാര്യം ഓർത്ത് വയ്ക്കണം, എപ്പോഴും വാരിയൻസിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, σ² റൂട്ട് എന്ന് പറയുമ്പോൾ സിഗ്മ. അപ്പോൾ സിഗ്മ എന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. സിഗ്മ ഈസ് ഈക്വൽ ടു √TP - TO / 6 ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വാരിയൻസ്. നേരെ തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെ പറയാം, വാരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഒൻപതാമത്തെ പോയിന്റ്, സം ഓഫ് ദ വാരിയൻസ് ഓഫ് ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആർ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം അതിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ടൈം ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന ടൈം എല്ലാം കൂടി ടോട്ടൽ കാണുക. അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി പത്താമത്തെ, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയബിൾ സെറ്റ്. ഈ ഒരു പേർട്ട് മെത്തേഡിൽ ചില കേസിൽ നിങ്ങളോട് ചോദിക്കാറുണ്ട് സെറ്റിൻ്റെ വാല്യൂ. സെറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയബിളിൻ്റെ വാല്യൂ കാണാനാണ്. അതെങ്ങനെ കാണാമെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. സെറ്റിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ. അത് കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി അറിയാമല്ലോ. ഇനി അടുത്തത് സിഗ്മ ഈസ് ഈക്വൽ ടു, ഇവിടെ വേറൊരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ വാരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ഇതാണ് തന്നത് എങ്കിൽ ഇത് വെച്ചിട്ട് വേണം സിഗ്മ കാണാൻ. ഓക്കെ, അപ്പോൾ സിഗ്മ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ വാരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയും നമ്മൾ കാണാതെ പഠിക്കണം. യൂസിങ് ദ നോർമൽ കർവ് വി ക്യാൻ എസ്റ്റിമേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ് വിത്ത് ഇൻ സ്പെസിഫൈഡ് ടൈം. നോർമൽ കർവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നോർമൽ കർവ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നോർമൽ കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റ് ഒരു സ്പെസിഫൈഡ് ടൈമിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ തിയറി പാർട്ട് വരുന്നത് പേർട്ടിൻ്റെ.
ക്ലിയർ ആയല്ലോ? അപ്പോൾ പേർട്ട് എന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. എന്താണ് പേർട്ട് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ കംപ്ലീറ്റ് വേർഡ് എന്തായിരുന്നു? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അതാണ് പേർട്ട്. ഇനി പേർട്ട് കൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ പേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേർട്ട് അസിസ്റ്റ് ബിസിനസ് മാനേജർ ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? പേർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കാം? മാനേജ്മെൻറ്റ് ടെക്നിക്കാണെന്ന് പറയാം. ഇറ്റ് അലോസ് എ മാനേജർ ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ പ്രൊജക്റ്റ്. ആ മൊത്തം പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ടൈം എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് ഉപയോഗിക്കുന്നു? പേർട്ട് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? പേർട്ടിൽ ഉപയോഗിക്കുന്ന ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പേർട്ടിൽ 3 ടൈപ്പിലുള്ള ടേംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ടൈമിനെ ബേസ് ചെയ്തിട്ട്. ടൈം എസ്റ്റിമേറ്റ്സ് ഇൻ പേർട്ട്. അതിൽ ഒന്നാമത്തേത് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ TO എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈമിനെ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തേത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ TM എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നോർമൽ ടൈം, അതിനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ TP എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനുപയോഗിക്കുന്ന ഫോർമുല TE = TO + 40M + TP / 6. പിന്നെ ആ പേർട്ടിൽ വരുന്ന സ്റ്റെപ്സ് ആണ്, എങ്ങനെയാണ് പേർട്ട് ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യുന്നത്, അതിനുപയോഗിക്കേണ്ട സ്റ്റെപ്സ്, ഫോർമുല എന്തൊക്കെയാണ്, അതായിരുന്നു അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്, അത് നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ.